നമസ്കാരം. ബി.ജെ.പിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചാൽ നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കാമെന്ന സമവായവുമായിട്ട് ഇപ്പോഴിതാ ഇന്ത്യ മുന്നണി നേതൃത്വം, അതിൽ പ്രത്യേകിച്ചും കോൺഗ്രസും അതുപോലെ തന്നെ സഖ്യകക്ഷികളും ഇപ്പോൾ എത്തിയിരിക്കുന്ന സാഹചര്യമാണ്. നിതീഷ് കുമാറിന് കൃത്യമായിട്ട് ബി.ജെ.പിയുടെ സഖ്യകക്ഷികളെ പിണക്കാനായിട്ട് സാധിക്കും. അതായത് ബി.ജെ.പിയുടെ സഖ്യകക്ഷികളെ പാലം വലിക്കാൻ നിതീഷ് കുമാർ വിചാരിച്ചാൽ ഇപ്പോൾ കഴിയും എന്നാണ് അതിനർത്ഥം. കാരണം ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ കൃത്യമായി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണമെങ്കിൽ അതിൽ നിതീഷ് കുമാർ കൂടി. നായിഡുവും രേവന്ത് റെഡ്ഡിയും തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നായിഡു വേണമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസുമായിട്ട് സഹകരിക്കാനായിട്ട് തയ്യാറുമാണ്. അതിനുള്ള പ്രധാന കാരണവും നായിഡുവിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ജഗൻമോഹനാണ്. ജഗൻമോഹനെ എതിർക്കുന്നതാകട്ടെ ശർമിളയും. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഒരു വൈര്യം അത് കോൺഗ്രസും TDPയും തമ്മിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. അംബേദ്കറെ തൊട്ടപ്പോൾ പൊള്ളിയത് അമിത്ഷായ്ക്ക് മാത്രമല്ല, BJPക്ക് മൊത്തത്തിൽ തന്നെയാണ് അത് പൊള്ളിയത്. അത് സഭയുടെ സ്തംഭനത്തിലേക്കും സഭയുടെ നടത്തിപ്പിൻ്റെ എല്ലാ രീതികളെയും മാറ്റിമറിച്ചിരിക്കുകയാണ്. ബില്ലുകളൊന്നും തന്നെ പാസ്സാക്കാനായില്ല. നിതീഷ് കുമാർ ആകട്ടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് നിലവിൽ ബീഹാറിൽ ഇപ്പോൾ നിൽക്കുകയാണ് എന്നുള്ളത് ശരിക്കും അത് കോൺഗ്രസിനും BJPക്കും ഒരുപോലെ തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന ചോദ്യമാണ് നിതീഷ് കുമാർ ഇനി ആരുടെ കൂടെ പോകും എന്നത്. അവിടെയാണ് തീർച്ചയായിട്ടും മന്ത്രിസഭ. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത്. എന്നാൽ ഉപപ്രധാനമന്ത്രി എന്ന സ്ഥാനം അത് തനിക്ക് മുന്നിൽ വെച്ച് നീട്ടിയാൽ അത് നിഷേധിക്കാനായിട്ട് നിതീഷ് കുമാറിന് സാധിക്കുകയില്ല. കാരണം ഇതിനു മുൻപ് കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഉപപ്രധാനമന്ത്രി എന്നൊരു സ്ഥാനം ആഗ്രഹിക്കുമോ എന്നുള്ളത് വലിയ ചർച്ചയായി. വേണ്ടി വന്നാൽ അത് നൽകാനായിട്ട് ഇവിടെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി നിൽക്കുമ്പോൾ BJPയുടെ മുഖത്തടിക്കാൻ തന്നെ നിതീഷ് കുമാർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുകയാണ്. 234 അംഗങ്ങളാണ് ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്കുള്ളത്. 293 അംഗങ്ങൾ NDA മുന്നണിയിലുമുണ്ട്. ഇനി NDAയുടെ 293 കൃത്യമായി പറഞ്ഞാൽ അതിൽ ചിരാഗ് പസ്വാന്റെ LJP അതൊഴിച്ചു കഴിഞ്ഞാൽ 53 അംഗങ്ങൾ സഖ്യകക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരെയും ചാക്കിട്ട് പിടിക്കാൻ ഇവർക്ക് സാധിക്കും. അത് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉപപ്രധാനമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് നൽകിയാൽ ബാക്കിയുള്ള സ്ഥാനമാനങ്ങൾ, അതല്ല പ്രധാനപ്പെട്ട വകുപ്പുകൾ സഖ്യകക്ഷികളിലേക്ക് നീങ്ങുന്ന ഒരു നയം കൊണ്ടുവരികയും ചെയ്യും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോയിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലേക്ക് പോലും BJPയെ ഈ ഒരു നീക്കം എത്തിക്കുമെന്ന് ഉറപ്പാണ്. BJPയുടെ എല്ലാ പദ്ധതികളും അതോടെ പൊളിഞ്ഞടക്കും. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊള്ളാനായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിയോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ കേവല ഭൂരിപക്ഷത്തിലെത്തില്ല, വീണ്ടും നിങ്ങൾ തകർന്നടിയും, 200 പോലും കടക്കില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ കാണും. ഒരു കൊല്ലത്തിനകം മോദി സർക്കാർ വീഴും. രാഹുൽ ഗാന്ധിയുടെ കളികൾ വളരെ വിശാലമാണ്. അതിനുള്ള പ്രധാന കാരണം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാമെന്ന് BJPക്ക് വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം മറ്റൊന്നാണ്. പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിഷേധിക്കാനല്ല രാഹുലിന് ഇഷ്ടം. പകരം ഇന്ത്യ എന്ന രാജ്യം ഭരിക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അത് സാധിക്കാനായിട്ട് ഏത് വഴിയും വളരെ കൃത്യമായി തന്നെ നോക്കും. വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നട്ടല്ലൊടിച്ച് തകർക്കുന്ന കളിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ കോൺഗ്രസും അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.